नमस्ते, सबको स्वागत। पिछली कक्षा में ईदगाह के बारे में उसके कुछ भाग पढ़ा। इसमें कुछ पात्र आते हैं: अमीना, हामिद, मोहसिन, महमूद, नूरा, समी। ये बच्चों ईदगाह में गया। वहाँ के नमाज समाप्त होने के बाद वे दुकानों की ओर बढ़ रहे हैं। यहाँ मिठाई और खिलौनों की कई दुकानें हैं। पहले खिलौने के दुकान में जाते हैं। वहाँ से मोहसिन बिस्ती गिरता है, महमूद सिपाही गिरता है, नूरा वकील गिरता है, सम्मी धोबिन को गिरता है। ഇവിടെ ഓരോരുത്തരും ഓരോരോ കളിപ്പാട്ടങ്ങൾ അവിടെ വാങ്ങിക്കുന്നു. लेकिन हामिद इन सब खिलौनों को निंदा करता है और उसके बाद कहते हैं ये मिट्टी से बना हुआ है, ये धरती पर गिरे तो या ज़मीन पर गिरे तो चकनाचूर हो जाएगा। लेकिन ये खिलौनों को वह अपनी ललचाई आंखों से देख रहा है और हामिद चाहता है कुछ समय के लिए उन्हें हाथ में ले सकता। खिलौने के बाद वे मिठाइयों की दुकान में जाता है। किसी ने रेवड़ियाँ, किसी ने गुलाब जामुन, किसी ने सोहन हलवा खरीदते हैं। ये सब वह बहुत मज़े से खा रहे हैं। लेकिन वहाँ से हामिद कुछ नहीं खरीदता है। उनके पास केवल 3 पैसे हैं। उस समय मोहसिन ने हामिद से कहते हैं, मोहसिन कहता है एक रेवड़ी ले जा। ये कितनी खुशबूदार है। पहले हामिद को संशय हुआ। फिर उसके पास जाता है। उसके दोने से एक रेवड़ी निकालकर हामिद की ओर बढ़ाता है। हामिद अपना हाथ पसारता है, लेकिन मोहसिन रेवड़ी अपने मुख में रख लेता है। वहाँ के सब बच्चे तालियां बजाकर हंसते हैं। उस समय हामिद लज्जित होता है। यहाँ हामिद के पास केवल 3 पैसे हैं। यहाँ महमूद कहते हैं हमारे सारे पैसे खर्च होने के बाद हम लोगों को ललचा कर हामिद खाएगा। वह बहुत चालाकी है. ഇപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. അതായത് മഹ്മൂദ് പറയുന്നതാണ്, ലാസ്റ്റ് പറയുന്നതാണ്. ഇവർ ഓരോരോ സാധനങ്ങൾ ആദ്യം ഊഞ്ഞാലിലിരുന്നു, കുതിരയുടെ മുകളിലോട്ടത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഒരു പൈസ അവിടെ ചിലവാക്കി, 2 പൈസ ടോയ്സ് വാങ്ങിക്കാൻ ചിലവാക്കി, പിന്നീട് മധുരപലഹാരം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പൈസയൊക്കെ കഴിയുമ്പോൾ പുറത്തെടുക്കാനാണ് ഹാമിദ് ഇരിക്കണേന്നാണ് ഇവർ ചിന്തിക്കുന്നത്. മിഠായിयों के बाद कुछ दुकानें लोहे की चीज़ों की है. ഇനിയിപ്പോൾ ഓരോരോ കടകൾ കഴിഞ്ഞു. ടോയ്സിൻ്റെ കട കഴിഞ്ഞു, മധുരപലഹാരത്തിൻ്റെ കട കഴിഞ്ഞു. അത് കഴിഞ്ഞ കുറച്ച് കടകളുണ്ട്. അത് ലോഹയ്ക്ക് ചീസോം की है. ലോഹത്തിൻ്റെ സാധനങ്ങൾ വിൽക്കുന്നതാണ്. कुछ गिल्ट और कुछ नकली गहनों की.
കുറച്ച് ഗിൽട്ട് ആഭരണങ്ങൾ വിൽക്കുന്നത്. ഗഹന എന്ന് പറഞ്ഞാൽ ആഭരണമാണ്, ഓർണമെൻറ്റ്സാണ്. കുച്ച് നക്കലി, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഓർണമെൻറ്റ്സ്, നമ്മൾ കളർ കൊടുക്കുന്ന, അതായത് നമ്മൾ പറയില്ലേ സ്വർണ്ണമല്ല, സ്വർണ്ണത്തെ പോലെ തോന്നിക്കുന്ന മിന്നുന്ന കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഓർണമെൻറ്റ്സ് വിൽക്കുന്ന കടകളാണ്. അവിടെ ലഡ്കോക്കിലി യഹാ കോയി ആകർഷൺ നഥ, ആൺകുട്ടികളെ ആകർഷിക്കാനുള്ളൊരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മിന്നുന്ന ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് അതൊന്നും ഇവിടെ ആൺകുട്ടികൾ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അത് അവർക്ക് ആകർഷണ കേന്ദ്രമായിരുന്നില്ല അങ്ങനത്തെ കടകൾ. വ സബ് ആകെ ബഡ് ജാത്തെ ഹെ, ഇപ്പോൾ അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം അവിടെ അവർ നിന്നിട്ട് കാര്യമില്ല. ഹാമിദ് ലോഹയ്ക്ക് ദുഃഖാൻ പർ രുക് ജാതാ ഹെ, പക്ഷേ ഹാമിദ് ഈ ലോഹത്തിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ആ കടയിൽ ഹാമിദ് നിൽക്കുകയാണ്. കൈ ചിമിട്ടെ രക്കെ ഹുയേ थे, ചിമിട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസ്തുക്കോ പക്കട്കർ ഉടാനേക്ക് ലിയെ ഉപയോഗ करते हैं. അതായത് നമ്മൾ പറയും കൊടിയിൽ അല്ലെങ്കിൽ ചവണ അല്ലെങ്കിൽ പക്കട് എന്നൊക്കെ പറയും. നമ്മൾ കൈ കൊണ്ട് ചൂടുള്ള സാധനം എടുക്കുന്നതിന് പകരം ആ സാധനം കൊണ്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതെടുത്ത് പൊന്തിക്കാൻ പറ്റും, കൈ പൊള്ളൂല്ല. അപ്പോൾ അതിനുപയോഗിക്കുന്നതാണ് നമ്മൾ ചിമിട്ടെ എന്ന് പറയുന്നത്. ചിമിട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടിലെന്ന് പറയും, മലയാളത്തിൽ ചവണ എന്നൊക്കെ പറയും. അതിങ്ങനെ പിടിക്കാൻ പറ്റുന്ന പക്കട്, നമുക്ക് ചായ വെച്ചാലും ഇതൊക്കെ വെച്ച് നമുക്ക് ചൂടുള്ള സാധനങ്ങൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കേണ്ട, അതിന് പകരം അതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊന്നും പൊള്ളില്ല. അപ്പോൾ അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ കൈ ചിമിട്ടേരൊക്കെ ഹുയേ, അപ്പോൾ കടയിൽ കുറച്ച് ഈ പക്കട് അല്ലെങ്കിൽ ഈ കൊടിലുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഉസേ ഖയാലായ ദാദി കെ പാസ് ചിംട്ടാ നഹീ ഹെ, അപ്പോൾ അവന് ഓർമ്മ വരാൻ വിചാരിക്കുകയാണ്. എന്താണ് ഖയാലായ, അവൻ ചിന്തിക്കുകയാണ്, അവൻ വിചാരിക്കുകയാണ് എന്താണ്, ദാദി കെ പാസ് ചിംട്ടാ നഹീ ഹെ, ദാദിയുടെ അടുത്ത് എന്തില്ല, ചിംട്ടയില്ല. തവേ സെ റോട്ടിയാ ഉതാർത്തി ഹി तो हाथ जल जाता है, अगर ये चिमटा ले जाकर दादी को दे दे तो वह कितनी प्रसन्न होगी. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, വീട്ടിൽ ചിമട്ട അല്ലെങ്കിൽ കൊടിലെന്ന് പറയുന്നതിൽ പക്കടെന്ന് പറയുന്ന സാധനം ഇല്ല. ദാദിയാണെങ്കിൽ എന്നും തവയിൽ നിന്ന് റൊട്ടി എടുക്കുന്നത്, ആ എടുക്കുന്ന സമയത്ത് ഹാത്ത് ജൽ ജാത്താ ഹെ, കൈ പൊള്ളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചൂടുള്ള ചപ്പാത്തി എടുക്കുന്ന സമയത്ത് കൈ പൊള്ളുന്ന അവസ്ഥയെന്നാണ് പറയുന്നത്. അഗർ ये चिमटा ले जाकर दादी को दे दे तो, ഇനി ഈ ചിമട്ട വാങ്ങിച്ചിട്ട് മുത്തശ്ശിക്ക് അല്ലെങ്കിൽ ദാദിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കിത്തനി പ്രസന്ന ഹോഗി, അവർക്ക് വളരെയധികം സന്തോഷമാവുമെന്ന് നമ്മുടെ ഹാമിദ് ചിന്തിക്കണം. അപ്പോൾ വീട്ടിലില്ലാത്തൊരു സാധനമാണ്, ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. ദാദിയുടെ കൈ പൊള്ളാതെ ചപ്പാത്തിയൊക്കെ പുറത്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സാധനം അവിടെ ആ കടയിൽ വെച്ചിരിക്കുന്നത് കാണാണ്. അപ്പോൾ ഈ കാര്യം ഓർത്തപ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സാധനം കൊണ്ടുപോയി കൊടുത്താൽ അവൻ ചിന്തിക്കുകയാണ് മുത്തശ്ശിക്കും വളരെയധികം സന്തോഷമാവും എന്ന് ചിന്തിക്കുന്നുണ്ട്. ഫിർ ഉൻകി ഉംഗുലിയാ കബീ ന ജലേഗി, പിന്നെ ദാദിയുടെ കൈകൾ അല്ലെ വിരലുകൾ പിന്നത് പൊള്ളില്ല എന്നാണ് പറയുന്നത്. ഉംഗുലിയ വിരലുകളൊന്നും പിന്നെ പൊള്ളില്ല, കാരണം ഈ സാധനം കൊണ്ട് പിടിച്ചാൽ മതി, കൈ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഗർമേ ഏക്ക് കാം കി ചീസ് ഹോ ജായി, വീട്ടിലാണെങ്കിലോ ഒരു കാര്യം ചെയ്യാനുള്ളൊരു സാധനം ആവും ചെയ്യും, വീട്ടിന് ഉപയോഗമായിട്ടുള്ള ഒരു സാധനം ആവും ചെയ്യും. ഇതാണെങ്കിൽ ഖിലൗനേസെ ക്യാ ഫായദ, ഈ ടോയ്സ് വാങ്ങിച്ചിട്ട് എന്താണ് നേട്ടം. വ്യർത്ഥമേ പൈസ ഖരാബ് ഹോത്തി ഹെ, എന്താ വെറുതെ പൈസ ചിലവാക്കുക, നശിപ്പിക്കുക. ഖരാബ് ഹോന നശിപ്പിക്കുക. വ്യർത്ഥമേ വെറുതെ, ഒരു ഉപയോഗമില്ലാതെ, യൂസ്ലെസ് ആയിട്ട്, ഒരു ഉപയോഗമില്ലാതെ പൈസ ഖരാബ് ഹോത്തേ ഹെ, പൈസയൊക്കെ അവിടെ നശിക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. ജരാ ദേർ ഹി തോ ഖുഷി ഹോത്തി ഹെ, അപ്പോൾ ടോയ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജരാ ദേർ ഹി തോ കുച്ച് സമയക്കേലിയെ, അത് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമാണ് ഖുഷി ഹോത്തി ഹെ, സന്തോഷം ഉണ്ടാവുള്ളൂ. ഫിർ തോ ഖിലൗനംകോ കോയി ആഗ് ഉടാക്കർ നഹീ ദേഖ്താ, പിന്നീട് ഈ ടോയ്സ് ഒന്നും ആരും കണ്ണുകൊണ്ട് നോക്കുക പോലും ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ വളരെ താല്പര്യം ഉണ്ടാവും, വളരെ സന്തോഷം ഉണ്ടാവും, ടോയ്സ് വാങ്ങിക്കണം, ടോയ്സ് വാങ്ങിച്ച് കളിക്കണം എന്നുള്ളൊക്കെ ചിന്തയൊക്കെ ഉണ്ടാവും. പിന്നീട് ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്നത്. യാ തോ ഗർ പഹുഞ്ചത്തെ ടൂട്ട് ഫൂട്ട് കർ ബരാബർ ഹോ ജായേഗെ, യാ ചോട്ടെ ബच्चे जो मेले में नहीं आए हैं जिद करके ले लेंगे और तोड़ डालेंगे. പറയാൻ ചിന്തിക്കുകയാണ്,
या तो घर पहुँचते पहुँचते टूट फूट कर बराबर हो जाएगी. എന്താ പറയുന്നത്, എത്തുമ്പോഴേക്കും അതൊക്കെ പൊട്ടി തകർന്നിട്ടുണ്ടാവും. ടൂട്ട് ഫൂട്ട് കർ, അതായത് പൊട്ടി തകർന്ന് അല്ലെങ്കിൽ പൊട്ടി അത് ഒരുപോലെ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നത്. യാ ചോട്ടെ ബച്ചെ ജോ മേളെ മേ നഹി ആയേ ഹേ ജിത് കർക്കെ ലേ ലേങ്കെ അവർ തോട് ഡാലേങ്കെ പറയണത്. അതല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഈ ഉത്സവങ്ങൾക്കൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നത്. കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജിത് കർക്കെ, വാശി പിടിച്ചിട്ട് ഷാഢ്യം പിടിച്ചിട്ട് ജിത് കർക്കെ ലേലെങ്കിൽ അവർ സാധനം വാങ്ങിക്കും, അവർ തോടാലെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാധനങ്ങൾ, ഈ ടോയ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു ഉപകാരമില്ല. ആദ്യമൊക്കെ അത് താല്പര്യം സന്തോഷം ഉണ്ടാവും, പിന്നീടത് പൊട്ടി അതിൻ്റെ പണിയൊക്കെ തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം അത് വാശി പിടിച്ച് സാധനം വാങ്ങിക്കുകയും ചെയ്യും, അത് തോടാലെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യും. ചിംട്ട കിത്തനെ കാം കി ചീസ് ഹേ. ഈ ചിംട്ട എന്ന് പറയുന്നത് എത്രയോ ഉപയോഗമുള്ളൊരു സാധനം എന്നാണ് പറയുന്നത്. വീട്ടിന് ആവശ്യമുള്ള അല്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ചിംട്ട എന്ന് പറയുന്നത്, ഈ പക്കട അല്ലെങ്കിൽ കൊടിൽ എന്ന് പറയുന്നത്. റോട്ടിയാൻ തവേ സേ ഉതാർലോ ചൂൽഹേ മേ സേക്ലോ. എന്താ പറയുന്നത്, ഈ ചപ്പാത്തിയൊക്കെ തവയിൽ നിന്ന്, തവ എന്ന് പറഞ്ഞാൽ നമ്മൾ പരന്ന പാത്രം, നമ്മൾ ദോശ ചുടാൻ ചപ്പാത്തി ആക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രം അല്ലെങ്കിൽ പരന്ന പാത്രത്തെയാണ് നമ്മൾ തവ എന്ന് പറയുന്നത്. റോട്ടിയാൻ തവാസെ ഉതാർലോ ചൂൽഹേമേ സേങ്കിലോ. ഇനി ഈ റൊട്ടിയൊക്കെ ചപ്പാത്തിയൊക്കെ തവയിൽ നിന്ന് ഇറക്കും ചെയ്യാം, അടുപ്പിൻ്റെ മുകളിൽ വേവിക്കും ചെയ്യാം. സേങ്കില എന്ന് പറഞ്ഞാൽ ചുട് വേവിക്കുക. അപ്പോൾ അടുപ്പിൽ വേവിക്കും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. തവയിൽ നിന്ന് ഇറക്കാനും പറ്റും, അടുപ്പിൽ വേവിക്കാനും പറ്റും, അല്ലെങ്കിൽ ചൂടാനും പറ്റും ചപ്പാത്തിയൊക്കെ. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. कोई आग मांगने आवे तो चटपट चूल्हे से आग निकाल कर उसे दे दो. ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് തീ വേണമെന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ, ആഗ് മാങ്ങനെ ആവേത്തോ, തീ വേണമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ചട്പട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ജൽദി. ചൂൽഹേ സേ ആഗ് നിക്കാൽ കർ ഉസേ ദേ ദോ. ഈ അടുപ്പിൽ നിന്ന് തീയെടുത്തവർക്ക് കൊടുക്കാൻ പറ്റും. ഈ സാധനം കൊണ്ട് പിടിച്ചിട്ട് തീയെടുത്ത് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നത്. കൈ പൊള്ളില്ല എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പറയുന്നുണ്ട്, അമ്മ ബേച്ചാരി കോ കഹാ ഫുർസത്ത് ഹേ കി ബാസാർ ആയേ और इतने पैसे ही कहाँ मिलते हैं. പറയണേ, അമ്മ ബേച്ചാരിക്കോ കഹാ ഫുർസത്ത് ഹേ കി ബാസാർ ആയേ. ഈ മാർക്കറ്റിൽ പോകാനുള്ള അവസരമൊക്കെ അമ്മയ്ക്ക് എവിടെയുണ്ടാകും, പാവം മുത്തശ്ശിക്ക് എവിടെയാണ് ഉണ്ടാവുക. ഫുർസത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി, അവസരം. അമ്മ ബേച്ചാരിക്കോ കഹാ ഫുർസത്ത് ഹേ, എവിടെയാണ് അതിനുള്ള സമയം, ഒഴിവ് എന്നുള്ള അർത്ഥമുണ്ട്. സമയം, ഒഴിവ്, അവസരം എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എവിടെ സമയം, ഈ ബാസാറായും ഈ മാർക്കറ്റിലേക്ക് വരാനോ. അവർ ഇത്രേ പൈസ ഹി കഹാ മിൽത്തെ ഹേ, അത് മാത്രമല്ല ഇത്രയും പൈസ എവിടെ നിന്നാണ് കിട്ടുക. റോസ് ഹാത്ത് ജലാ ലേത്തി ഹി, ഡെയിലി കയ്യ് പൊള്ള മാത്രമാണ് ചെയ്യുന്നത്. ഹാമിദ് കെ സാത്തി ആഖെ ബഡ് ഗയേ ഹേ, ഹാമിദിൻ്റെ കൂട്ടുകാരൊക്കെ അവർ മുന്നോട്ട് പോവാണ്. കാരണം അവർക്ക് കടയിൽ നിന്നിട്ട് കാര്യമില്ല, ലോഹത്തിൻ്റെ കടയാണ്, അവിടെ അവർക്ക് ഉപയോഗമായിട്ടൊരു സാധനം അവിടെ അവർ വാങ്ങിക്കാൻ തയ്യാറുമല്ല. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. സബീൽ പർ സബ്കെ സബ് സർബത്ത് പീ രഹി ഹേ. സബീൽ എന്ന് പറഞ്ഞാൽ വഴിയിൽ, പോകുന്ന വഴിയിൽ. സബീൽ പർ സബ്കെ സബ്, അപ്പോൾ അവരെല്ലാവരും ഈ കടയുടെ അവിടെ നിന്ന് പോയി. ഹമീദ് മാത്രം അവിടെയുള്ളൂ, ബാക്കി എല്ലാവരും പോയി. അങ്ങനെ വഴിയിൽ അവർ എല്ലാവരും സർബത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേക്കോ സബ് കിത്തനെ ലാലജി ഹേ. അപ്പോൾ ഹാമിദ് ചിന്തിക്കാൻ നോക്കുക, അവരെത്രയോ അത്യാഗ്രഹികളാണ്. ലാലജി, കൊതിയന്മാരാണ്, ഗ്രീഡി എന്നുള്ള അർത്ഥം. ഇത്തിനി മിഠായിയാ ലി മുझे किसी ने एक भी न दी. ചിന്തിക്കുകയാണ്, ഇത്തിനി മിഠായിയാ ലി, ഇത്രയും മധുര പലഹാരങ്ങൾ അവർ വാങ്ങിച്ചു. മുझे किसी ने एक भी न दी, എനിക്ക് ഒരാൾ പോലും ഒരു സാധനം പോലും എനിക്ക് തന്നില്ല, ഒന്നുപോലും എനിക്ക് തന്നില്ല. ഉസ് പർ കഹത്തെ ഹേ ഹമാരെ സാത്ത് ഖേലോ. പക്ഷെ അവർ പറയുന്നുണ്ട് എന്താണ്, ഹമാരെ സാത്ത് ഖേലോ, ഞങ്ങളുടെ കൂടെ കളിച്ചോ എന്ന് പറയുന്നുണ്ട്. മേരാ ഏ കാം കരോ, എൻ്റെ ഈ പണി ചെയ്യുമോ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ ചോദിക്കും. പക്ഷെ അവരെത്രയോ അത്യാഗ്രഹികളാണ്, കൊതിയന്മാരാണ്. ഇത്രയും സാധനങ്ങൾ അവർ വാങ്ങിച്ചു കഴിച്ചു, എനിക്ക് ഒന്നുപോലും തന്നില്ല. ഇപ്പോൾ അവർ വഴിയരികിൽ പോയി നിന്നിട്ട് സർവത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. मेरा ये काम करो अब अगर किसी ने कोई काम करने को कहा तो पूछूंगा.
ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പണി ചെയ്യാനായിട്ട് എന്നോട് പറയുമ്പോൾ ഞാൻ ചോദിക്കും. കായേ മിഠായിയ ആബ് മുഖ് സടേക, ഫോഡേ ഫുംസിയ നിക്കലേങ്കി, ആബ് ഹി ജബാൻ ചട്ടോരി ഹോ ജായേഗി. അപ്പോൾ എന്തായാലും ഞാൻ എന്നോട് പറയും, അതായത് അത് ചെയ്തു തരുമോ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ അവരെന്നൊക്കെ അവർ ചോദിക്കും. അബ് അഗർ കിസിനെ കോയി കാം കർണേക്കോ കഹാ തോ മേം പൂച്ചങ്ക. ഇനി ആരെങ്കിലും എന്നോട് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. ഖായേ മിഠായി തിന്നില്ലേ, മധുരപലഹാരം തിന്നു. ആബ് മുഖ് സഠേഖ, ഇത് തിന്നേ നിങ്ങളുടെ വായ തന്നെയാണ് കേടുവരിക. ഫോഡേ ഫുംസിയ നിഖിലേക്ക്, അതായത് മധുരപലഹാരങ്ങൾ അതിന് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വ്രണങ്ങളും കുരുക്കളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ആബ് ഹി ജബാൻ ചട്ടോരി ഹോ ജായേഗി. അപ്പം നിങ്ങളുടെ നാവ് തന്നെയാണ്, അതായത് ഭക്ഷണത്തിനോടുള്ള ആർത്തി കാരണം നിങ്ങളുടെ നാവ് തന്നെയാണ് കേടാവുക എന്ന് പറയണം. തബ് ഗർ കെ പൈസ ചുരായെങ്കിൽ അവർ മാർ ഖായെങ്കിൽ. അപ്പോൾ അവർക്ക് അതിനോട് കൊതി തോന്നും. ചട്ടോരി എന്ന് പറഞ്ഞാൽ ഗ്രീഡി എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ മധുരപലഹാരങ്ങൾ വാങ്ങിച്ച് കഴിച്ച് അവർക്ക് അതിനോട് ആർത്തി തോന്നും, അല്ലെങ്കിൽ അതിനോട് അത്യാഗ്രഹം തോന്നി, ഭക്ഷണത്തിനോട് പ്രിയം തോന്നിയിട്ട് അവരെന്ത് ചെയ്യും? തബ് ഗർ കെ പൈസ ചുരായെങ്കിൽ അവർ മാർ ഖായെങ്കിൽ. എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഗർ കെ പൈസ ചുരായെങ്കിൽ, വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കാം, അങ്ങനെ മാർ ഖായെങ്കിൽ അടിയേൽക്കും ചെയ്യും. കിതാബ് മേ ജൂട്ടി ബാത്തേ തോടെ ഹി ലിഖി ഹി. അപ്പോൾ ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ, അതായത് ഉണ്ടാവുന്ന ഇങ്ങനെ പുസ്തകത്തിൽ കുറേ ദോഷവശങ്ങൾ ഇതിനെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജൂട്ടി ബാത്തേ തോടെ ഹി ലിഖി ഹി, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. മേരി ജബാൻ ക്യോം ഖരാബ് ഹോഗി, എൻ്റെ നാവ് എങ്ങനെ കേടുവരിക, ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. അമ്മ ചിംട്ട ദേഖ്തേ ഹി ദൗഡ് കർ മേരെ ഹാത്ത് സെ ലേ ലേങ്കി और कहेंगी मेरा बच्चा अम्मा के लिए चिमटा लाया है. അപ്പോൾ ചിന്തിക്കുകയാണ്, അപ്പം ഞാൻ ഇതൊന്നും കഴിക്കാത്ത കാരണം എൻ്റെ നാവിനൊന്നൊരു കേടും വരില്ല. ഇനി ചിന്തിക്കുന്നുണ്ട്, അമ്മ ചിംട്ട ദേഖ്തേ ഹി ദൗഡ് കർ മേരെ ഹാത്ത് സെ ലേ ലേങ്കി ഓർ കഹേങ്കി. ഇപ്പോൾ ദാദി ഈ ചിമട്ട കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കും, എന്നിട്ട് പറയും. എന്ത് പറയും? മേരെ ബച്ച അമ്മക്കിലെ ചിമട്ട ലായ ഹേ, എൻ്റെ മോൻ എനിക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചിമട്ട കൊണ്ടുവന്നു എന്ന് അമ്മ പറയും. വളരെ സന്തോഷത്തോടുകൂടി പറയും എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഫിർ പടോസ് കി ഹസാരോ ദുആയേ ദേങ്കി, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ബ്ലെസ്സിങ്സ് എനിക്ക് നേരും, അനുഗ്രഹം എനിക്ക് തരും. പിന്നെന്താ പറയുന്നത്? ഫിർ പടോസ് കി അവരത്തൊക്കെ ദിക്കായെങ്കിൽ, എന്നിട്ട് ഹാമിദ് വാങ്ങിച്ചു കൊടുന്ന ഈ ചിമട്ട അയൽവാസികളായിട്ടുള്ള ആ അയൽവക്കത്തെ സ്ത്രീകൾക്കൊക്കെ അത് അമ്മ ലതാദി കാണിച്ചു കൊടുക്കുമെന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. പടോസ് നൈബർ. അപ്പോൾ അയൽവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ചിമട്ട ഹാമിദ് വാങ്ങിച്ചു കൊണ്ടതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമെന്നാണ് ചിന്തിക്കുന്നത്. സാരേ ഗാവമേ ചർച്ച ഹോനെ ലഗേഗി ഹാമിദ് ചിമട്ട ലായ ഹേ. അങ്ങനെ ഗ്രാമം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങും, ഇവിടെ ഹാമിദ് ദാദിക്ക് ലിയേ ചിമട്ട ലായ ഹേ, ഹാമിദ് ദാദിക്ക് വേണ്ടിയിട്ട് ചിമട്ട വാങ്ങിച്ചു കൊണ്ടുപോകുന്നെന്ന് എല്ലാവരും ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങുമെന്ന് പറയുന്നത്. കിത്തന അച്ചാ ലഡ്കാ ഹേ, അവർ പറയും എന്ത് നല്ല കുട്ടിയാണ്. ഇൻ ലോകം കെ ഖിലോനോ പർ കോൻ ഇനെ ദുആയേന്ദേക. ഇനിയിപ്പോൾ ഈ ഇൻ ലോകം കെ ഖിലോനോ പർ, പക്ഷേ ഈ ആളുകൾ ഈ ടോയ്സ് വാങ്ങിച്ചവരെന്നെ കോൻ ഇനെ ദുആവേന്ദേക, ആരാ ഇവരെന്നെ അനുഗ്രഹിക്കാറാണ്? ടോയ്സ് വാങ്ങിച്ചുകൊണ്ടെന്ന് ആരെങ്കിലും അനുഗ്രഹിക്കുമോ? ഇല്ല. വീട്ടിന് ആവശ്യമുള്ള എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള സാധനമാണെങ്കിൽ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് അവിടെ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ടോയ്സ് വാങ്ങിച്ചുകൊണ്ടെന്ന് ആരാണ് അനുഗ്രഹിക്കുക? ബഡോം കി ദുആയേം സീദേ അള്ളാഹ് കെ ദർബാർ മേ പहुंचती है और തുരന്ത് സുനി ജാതി ഹേ. പറയണേ, വലിയ വലിയ ആളുകൾ, അല്ലെങ്കിൽ പ്രായമായ ആളുകളുടെ പ്രാർത്ഥനകൾ, അനുഗ്രഹങ്ങൾ, ഇതെല്ലാം സീദേ അള്ളാഹ് കെ ദർബാർ മേ, നേരെ അള്ളാഹുവിൻ്റെ ദർബാറിലേക്കാണ് അത് എത്തുന്നത്. അള്ളാഹു എവിടെയാണല്ലോ അവിടേക്ക് നേരിട്ടെത്തുമെന്നാണ് പറയുന്നത്. അവർ തുരന്ത് സുനി ജാതി ഹേ, പെട്ടെന്ന് തന്നെ അത് കേൾക്കാനും സാധിക്കുന്ന പറയുന്നത്. അപ്പോൾ പ്രായമായ ആളുകളുടെ അനുഗ്രഹങ്ങൾ, ആശീസ്സുകൾ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ, ഇതെല്ലാം നേരെ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് എത്തുകയെന്ന് പറയുന്നത്. മേരെ പാസ് പൈസ നഹി ഹേ, എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല. തബി തോ മോസിനോർ മഹ്മൂദിയ മിസാസ് ദിക്കാത്തെ ഹേ. പക്ഷേ ഇവിടെയാണെങ്കിലോ മോസിനും അതുപോലെ മഹ്മൂദ് അവരൊക്കെ അവരുടെ മിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം, നേച്ചർ അല്ലെങ്കിൽ ശീലം,
അവരവരുടെ സ്വഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ മോഹ്സിൻ और महमूद യോം മിസാജ് ദിക്കാത്തെ ഹേ. അവരവരുടെ സ്വഭാവം, അവരുടെ നേച്ചർ, അവരുടെ ഹാബിറ്റാണ് അത് അവർ കാണിക്കുന്നത്. ഞാൻ എന്താ പറയുന്നത്, മേ ബീൻസേ മിജാജ് ദിക്കാവുങ്ക, ഞാനും ഇവരുടെ അടുത്ത് എൻ്റെ സ്വഭാവം ഞാനും കാണിച്ചു കൊടുക്കുന്നവരാണ്. ഖേലേം ഖിലൗനെ അവർ ഖായേം മിഠായിയേം. എന്താണ് ഖിലൗനെ ഖേലേം, അതായത് കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുക, അതുപോലെ തന്നെ മിഠായിയാം കായേം, മധുരപലഹാരങ്ങൾ കഴിക്കും. മേം നഹീം ഖേൽത്ത ഖിലൗനെ കിസി കാ മിജാജ് ക്യോം സഹൂം. അവൻ പറയണേ മേ നഹീം ഖേൽത്ത ഖിലൗനെ, ഞാൻ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നില്ല. കിസി കാ മിജാജ് ക്യോം സഹൂം, മറ്റുള്ളവരുടെ ശീലങ്ങൾ ഞാൻ എന്തിനാണ് സഹിക്കുന്നത്. മേ ഗരീബി സഹി കിസി സേ കുച്ച് മാങ്നെ തോ നഹീ ചാത്ത, ഞാൻ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പട്ടിണിക്കാരായ വളരെ പാവപ്പെട്ട വീട്ടിലെ ആളാണ് ഹമീദ്. അതായത് ഞാൻ വളരെ പാവപ്പെട്ടവനാണ്. കിസി സേ കുച്ച് മാങ്നെ തോ നഹീ ചാത്ത, ഞാൻ ആരുടെ അടുത്തൊന്നും ആവശ്യപ്പെടാനായിട്ട് പോകുന്നുമില്ല. അപ്പോൾ വളരെ ദരിദ്രനായിട്ടുള്ള, കാരണം അച്ഛനും അമ്മയും ഇല്ല, മുത്തശ്ശിയാണ് അവനെ വളർത്തുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ തുന്നി കൊടുത്തുകൊണ്ടാണ് മുത്തശ്ശി അവനെ വളർത്തുന്നത്. അപ്പോൾ അത്രയ്ക്കും ദാരിദ്ര്യമാണെന്ന് പറയുന്നത്. എങ്കിലും ആരുടെ അടുത്തൊന്നും ആവശ്യപ്പെടാനായിട്ട് പോകുന്നില്ല. ആഖിർ അബ്ബാജാൻ കബി ഇന്ന കബി ആയെങ്കേ. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, അവസാനം അവൻ്റെ അച്ഛൻ കബി എന്ന കബി ആയെങ്കേ, എന്തായാലും ഒരിക്കലും വരുമെന്നുള്ള ഒരു വിശ്വാസം. അമ്മ ബി ആയെങ്കി ഹി, അമ്മയും വരുമെന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഫിർ ഇൻ ലോകം സെ പൂച്ചൂങ്ക കിത്തനെ ഖിലൗനെ ലോകേ. ആ സമയത്ത് അച്ഛനമ്മയൊക്കെ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും, ഒരുപാട് പൈസ കൊണ്ടുവരും എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരോട് ഞാൻ ചോദിക്കും, കിത്തനെ ഖിലൗനെ ലോകേ, എത്ര കളിപ്പാട്ടാണ് വേണ്ടത്, എത്ര ടോയ്സ് വേണം. ഏക് ഏക് കോ ടോക്കറിയാം खिलौने दूँ और दिखा दूँ कि दोस्तों के साथ इस तरह सलूक किया जाता है. ഓരോരുത്തർക്കും ഞാൻ എന്ത് ചെയ്യും, ഏക്കേക്കോ ടോക്കരിയോ ഖിലൗനെ, കൊട്ട നിറച്ച് ടോയ്സ് കൊടുക്കും. ഏക്കേക്കോ ടോക്കരിയോ ഖിലൗനെ ദൂം ദിഖാ ദൂം, അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. എന്താണ്, ദോസ്തോം കെ സാത്ത് ഇസ് തര സലൂക്ക് കിയാ ജാതാ ഹേ, കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. സലൂക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിഹേവ് ചെയ്യുക, പെരുമാറുക. അപ്പോൾ അവർ ചെയ്തതുപോലെയല്ല ഞാൻ ചെയ്യുക. എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കും. ഓരോരുത്തർക്കും ഓരോ കൊട്ട നിറച്ച് ഞാൻ സാധനങ്ങൾ കൊടുക്കും, ടോയ്സ് കൊടുക്കും. എന്നിട്ട് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് കൂട്ടുകാരുടെ അടുത്ത് പെരുമാറേണ്ടതെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. യഹ് നഹീം കി ഏക് പൈസേ കി രേവടിയാ ലീ തോ ചിടാ ചിടാക്കർ ഖാനെ ലഗേ. ഇത് ചെയ്യില്ല. യഹ് നഹീം കി ഏക് പൈസയ്ക്ക് രേവടിയാ ലീ തോ, ഒരു പൈസയ്ക്ക് എള്ളുണ്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിടാ ചിടാക്കർ ഖാനയിലൊക്കെ, അത് ദേഷ്യം പിടിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പിണക്കിയിട്ട് ഞാൻ അങ്ങനെ തിന്നാൻ തുടങ്ങില്ല എന്ന് പറയണത്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം തിന്നുള്ളൂ, അല്ലാതെ അവർ ചെയ്തതുപോലെ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ചെയ്യില്ല. സബ് കെ സബ് ഖൂബ് ഹസേങ്കെ കി ഹാമിദിനെ ചിംട്ടാ ലിയാ ഹേ. ഇനി എല്ലാവരും വളരെയധികം കളിയാക്കി ചിരിക്കും. എന്ത് പറഞ്ഞിട്ട്, ഹാമിദിനെ ചിംട്ടാ ലിയാ ഹേ, ഹാമിദ് ചിംട്ടയാണ് എടുത്തത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട്, വാങ്ങിക്കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കും ചെയ്യും. ഹസേ മേരി ബലാസേ, അവർ ചിരിക്കട്ടെ, അതാ നല്ലത് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. ഉസ്നെ ദുഖാൻദാർ സേ പൂച്ച യേ ചിംട്ട കിത്നെ കാ ഹേ. അങ്ങനെ ഹാമിദ് ദുഖാൻദാർ സേ പൂച്ച, കടക്കാരനോട് ചോദിക്കുകയാണ്, യേ ചിംട്ട കിത്നെ കാ ഹേ, ഈ ചിംട്ടയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചിന്തകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. അവസാനം ഖിലൗനയ്ക്ക് ദുഃഖാൻ കടന്നുപോയി, അതുപോലെ തന്നെ മിഠായിക്ക് ദുഃഖാൻ കടന്നുപോയി. അങ്ങനെ ലോഹയ്ക്ക് ദുഃഖാൻക്ക് പാസ്സായ അപ്പോൾ അവിടെ വന്നപ്പോൾ അവൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഉസ് സമയം ഉസ്ക ദാദിക്കോ ദേനയ്ക്ക് ലിയെ ചിംട്ട ഖരീദിനേക്ക് ഇച്ഛാ ഹുയി, അതായത് മുത്തശ്ശിക്ക് കൊടുക്കാനായിട്ട് ചിംട്ട വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ചിന്തകൾ അവൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവുകയാണ്. അതായത് ഇവിടെ മുത്തശ്ശിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, അതായത് അപ്പനെ ഹാത്ത് ജലാലേത്തി ഹേ റോട്ടിയാൻ തവാസേ ലേത്തെ സമയം,
അതായത് ഈ തവയിൽ നിന്ന് റൊട്ടി എടുക്കുന്ന സമയത്ത് വിരലുകളൊക്കെ പൊള്ളുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ചിമട്ടയാണെങ്കിൽ വീട്ടിൽ ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരുപാട് മുത്തശ്ശിക്ക് അത് സഹായമാവും എന്നുള്ളൊരു ചിന്തയാണ് അവൻ്റെ ഉള്ളിൽ വരുന്നത്. പക്ഷേ ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചുകൊണ്ടോ മധുരപലഹാരങ്ങൾ കഴിച്ചുകൊണ്ടൊന്നും നടക്കില്ല എന്ന് പറയുന്നത്. അതായത് കേടുവരിക എന്നല്ലാതെ, അസുഖങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ വേറെ ഒരു കാര്യം അവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഈ ചിമട്ട വാങ്ങിച്ചു കൊണ്ടു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശി ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കും, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മോൻ ഇത് കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെയധികം അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുമെന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അയൽവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് കാണിച്ചു കൊടുക്കും. എന്ത് പറഞ്ഞിട്ട്, മേരെ ബച്ച മേരെ ലിയെ ഏക്ക് ചിമട്ട ലായാ ഹേ, എനിക്ക് വേണ്ടി ഒരു ചിമട്ട വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഗ്രാമത്തിൽ എല്ലാവരും ചർച്ച ചെയ്യും, എന്ത് നല്ല കുട്ടിയാണ്, കിത്തന ചല്ല എടുക്കാ ഹേ ഹാമിദ് എന്നൊക്കെ പറയും. ഹാമിദ് ചിമട്ട ലായാ ഹേ എന്ന് പറയും. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തും എന്ന് പറയണം. അല്ലാതെ ഈ ഖിലൗന, അതായത് ടോയ്സ് വാങ്ങിച്ചുകൊണ്ട് ആരും അനുഗ്രഹങ്ങൾ കൊടുക്കില്ല. പക്ഷേ ഇത് വീട്ടിൽ ഉപകാരപ്രദമായിട്ടൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും അവനെ എന്താ പറയുക, പ്രശംസിക്കുക അല്ലെങ്കിൽ അവനെ അനുഗ്രഹിക്കുമെന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിലേക്ക് കടന്നു കൂടാണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, മേരെ പാസ് പൈസ നഹി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അവൻ പറയുന്നുണ്ട്, മോസിനും മഹമ്മൂദിനൊക്കെ ഞാൻ അവരുടെ സ്വഭാവം എനിക്ക് കാണിച്ചു തന്നു, ഞാനും എൻ്റെ രൂപം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട്. അതായത് അവർ ടോയ്സ് വാങ്ങിച്ചു, തൊടാൻ പോലും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മധുരപലഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. കളിക്കാനോ ഒന്നിനും അവനെ കൂടെ കൂട്ടുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇവൻ്റെ കാര്യം പറയുന്നുണ്ട്, എനിക്ക് പരിവാർസെ അലക്സെ, അവരുടെ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവരുടെ അവസ്ഥ. ഹാമിദ് ഗരീബിമേയും ജീവൻ പിത്താത്താഹെ, അതായത് ദാരിദ്ര്യത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. ചിന്തിക്കുന്നുണ്ട്, അഖീർ അബ്ബാജാൻ അവർ അമ്മ അത്തേ സമയ എന്താ പറയുന്നത്, ബഹുത്ത് അധികം പൈസ ലായെങ്കിൽ, അതായത് ഒരുപാട് പൈസ കൊണ്ടുവരും എന്നുള്ള ചിന്തയ്ക്കാണ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ കാണിച്ചതുപോലെയല്ല, അവർക്ക് ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെയാണ് കൂട്ടുകാരുടെ അടുത്ത് പെരുമാറേണ്ടതെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവിടെ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഹാമിദ് ദുക്കാൻദാർ സേ പൂച്ച്താ ഹേ യേ ചിമട്ട കിത്നെ കാ ഹേ, ഈ ചിമട്ടയ്ക്ക് എത്ര രൂപയാണെന്ന് ലാസ്റ്റ് കടക്കാരനോട് ചോദിക്കുകയാണ്. दुकानदार ने उसकी ओर देखकर कोई आदमी साथ न देकर कहा, ये तुम्हारे काम का नहीं है जी. കടക്കാരൻ അവനെ നോക്കിയപ്പോൾ അവൻ്റെ കൂടെ വേറെ ആരും കാണുന്നില്ല. കോയി ആദമി സാത്ത് ന ദേക്കർ, ആരും കൂടെ കാണാതെയപ്പോൾ അയാൾ ചോദിക്കണേ, ഏ തുമാരേ കാം കാ നഹി ഹേ ജോ നഹി ഹേ ജി, അതായത് ഇത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ചെറിയ കുട്ടിയാണ്, 4-5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമല്ല, കുട്ടിയുടെ കൂടെ വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ അയാൾ പറയാണ് എന്താണ്, ഏ തുമാരെ കാം കാ നഹി ഹേ ജി, നിനക്ക് പറ്റിയതല്ല. അപ്പോൾ നമ്മുടെ ഹാമിദ് ചോദിക്കുന്നുണ്ട്, ബിക്കാവു ക്യും നഹി ഹേ അവർ യഹാ ക്യോ ലാദായേ ഹേ, ചോദിക്കുന്നുണ്ട് ബിക്കാവു സെയില്, ഇത് വിൽക്കുന്നില്ലേ ചോദിക്കുകയാണ്. അവർ യഹാ ക്യോ ലാദായേ ഹേ, പിന്നെ എന്തിനാ ഇവിടെ ചുമന്നുകൊണ്ട് വെച്ചിരിക്കണേ ചോദിക്കണേ, ലാദാനാന്ന് തന്നെ ചുമന്നുകൊണ്ട് വരിക. അപ്പോൾ ചോദിക്കുകയാണ്, ഇത് വിൽക്കുന്നില്ലേ പിന്നെ എന്തിനാ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. ബിക്കാവു ഹേ ക്യോം നഹീം, വിൽക്കുന്നുണ്ട് എന്താ ഇല്ല. തോ ബത്താത്തെ ഹേ ക്യോ നഹി കൈ പൈസേ കാ ഹേ. അപ്പോൾ ഹാമിദ് പറയാണ്, തോ ബത്താത്തെ ക്യോ നഹി, പിന്നെ എന്താ പറയാത്തെ, കൈ പൈസേ കാ ഹേ കിത്തനെ പൈസേ കാ ഹേ, എത്ര പൈസയുടെയാണ് ചിമട്ട ചോദിക്കുകയാണ്. 6 പൈസേ ലഗേങ്കി. അപ്പോൾ ദുക്കാൻദാർ പറയണേ എത്ര പൈസയാണ്, 6 പൈസ വേണമെന്ന് പറയണം. അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ളത് കേവൽ 3 പൈസേ ഹേ, 3 പൈസയാണ് ആകെയുള്ളത്. പക്ഷേ ദുക്കാൻദാറിനോട് ഈ ചിമട്ടയ്ക്ക് കിത്തനെ പൈസേ ഹേ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് 6 പൈസേ ലഗേങ്കി, എത്ര പൈസ വേണ്ടി വരും, 6 പൈസ വേണ്ടി വരും. ഹാമിദ് കാ ദിൽ ബൈറ്റ് ഗയ, ഇത് കേട്ടതും ഹാമിദിൻ്റെ മനസ്സാകെ വിഷമിച്ചു. കാരണം എന്താണ്, ക്യോംകി ഉസ്കെ പാസ് കേവൽ 3 പൈസേ ഹേ, കാരണം അവൻ്റെ കയ്യിൽ ആകെയുള്ളത് 3 പൈസ മാത്രമാണുള്ളത്. ടിക് ടിക് 5 പൈസേ ലഗേങ്കെ, പറയണ ടിക് ടിക് 5 പൈസേ ലഗേങ്കെ ലേനാ ഹേ തോ ലോ നഹീ ചലത്തെ ബനോ.
അപ്പോൾ ദുക്കാൻദാർ വീണ്ടും പറയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ 5 പൈസ എടുത്തോ, 5 പൈസയ്ക്ക് നീ അത് എടുത്തോളാൻ പറയണേ. ലേന ഹീത്തോലെ, എടുക്കുകയാണെങ്കിൽ എടുത്തോളാൻ പറയണേ. എത്ര പൈസയ്ക്ക്? 5 പൈസ. നഹീം ചലത്തെ ബനോ, അല്ലെങ്കിൽ പൊക്കോളാൻ പറയണം. ഹാമിദിനെ കലേജ മസ്ബൂത്ത് കർക്കെ കഹ 3 പൈസേ ലോകെ. ഹാമിദ് മനസ്സിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട്, മസ്ബൂത്ത് സ്ട്രോങ് ആക്കിയിട്ട്, അത് മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തിയിട്ട് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ട് അവൻ ചോദിക്കുകയാണ്, 3 പൈസേ ലോകെ, 3 പൈസയ്ക്ക് എടുക്കാമെന്ന് പറയണം. അപ്പോൾ 6 പൈസയാണ് ആദ്യം വില പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അവനാകെ വിഷമായി. അത് കണ്ടപ്പോൾ അയാൾ പറയണേ, 5 പൈസയ്ക്ക് വേണമെങ്കിൽ എടുത്തോ, എടുക്കണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ പൊക്കോളാൻ പറയണം. അപ്പോൾ ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് നമ്മുടെ ഹാമിദ് ചോദിക്കുന്നുണ്ട്, 3 പൈസേ ലോകെ, 3 പൈസയ്ക്ക് തരൂ ചോദിക്കുകയാണ്. ये कहता हुआ वह आगे बढ़ गया कि दुकानदार की गुड़कियाँ न सुने. ഇതും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. കാരണം എന്താണ്? ദുക്കാൻദാർ കി ഗുഡ്കിയ ന സുനെ, ആ കടക്കാരൻ്റെ ചീത്തവാക്ക് കേൾക്കണ്ട എന്ന് കരുതിയിട്ട് ഇത് 3 രൂപയ്ക്ക് തരുമോ ചോദിച്ചിട്ട് അവനൊരു പോക്ക് പോവുകയാണ്. കാരണം 6 രൂപ പറഞ്ഞ സാധനം അവസാനം 5 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ എന്നിട്ട് അവനെ എടുക്കാനായിട്ട് സാധിക്കില്ല. അവൻ അങ്ങനെ ചോദിച്ചു. ഈ ചോദ്യം ചോദിക്കുകയും 3 രൂപയ്ക്ക് തരുമോ ചോദിക്കുകയിലും അവൻ മുന്നോട്ട് പോയി. കാരണം അയാളിൽ നിന്ന് എന്താണ് അയാൾ പറയുന്നത് അറിയാനായിട്ട് പറ്റില്ല. ചീത്ത പറയുന്നത് പേടിച്ചിട്ടാണ് ഒന്നും മിണ്ടാതെ അവൻ അവിടുന്ന് പോവുകയാണ്. ലേക്കിൻ ദുക്കാൻദാറിനെ ഗുഡ്കിയാൻ ഹിന്ദി, പക്ഷേ കടക്കാരൻ അവനെ ശകാരിക്കൊന്നും ചെയ്തില്ല, ചീത്ത വിളിക്കൊന്നും ചെയ്തില്ല. ബുലാക്കർ ചിംട്ടാ ദേ ദിയ, അവനെ വിളിച്ചിട്ട് ഈ ചിംട്ട കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.